Hello dears, welcome back to Science Online Class. Today we can continue our 15th chapter, Blow Hot and Blow Cold. You know that this chapter also will be asking for your exam. Okay. ഈ ചാപ്റ്റർ വരെയാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവാൻ. എക്സാമിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ, ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നോക്കുക ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന് നോക്കുക. ഓക്കെ, സോ ലിസൺ. ബ്ലോ ഹോട്ട് ആൻഡ് ബ്ലോ കോൾഡ്. ബ്ലോ ഹോട്ട് ആൻഡ് ബ്ലോ കോൾഡ് ആണ് ചാപ്റ്ററിൻ്റെ നെയിം. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ വി ഓൾറെഡി സ്റ്റഡി ചെയ്ത്. Okay, the next we are going to discuss about the blow in different ways. Blow in different ways. എങ്ങനെയാണ് പലതരത്തിൽ പല വിധത്തിലുള്ള ഊതുന്നത് എങ്ങനെയാണ്? Make whistles of the things given below. Write in sequence from the loudest to the softest whistle. അതായത് നമ്മൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിട്ടുണ്ട് വിസിലിനെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊരു സീക്വൻസ് ഉണ്ടാക്കുക. അത് ലൗഡസ്റ്റ് ടു സോഫ്റ്റസ്റ്റ് വിസിൽ ഏതൊക്കെയാണ്, ലൗഡ് നല്ല സൗണ്ടുള്ള വിസിൽ ഏതാണ്, അപ്പോൾ തന്നെ സൗണ്ട് ഇല്ലാത്ത വിസിൽ ഏതാണെന്നൊക്കെ നിങ്ങളൊരു നിഗമനത്തിൽ ഒരു നിഗമനത്തിൽ എത്താനാണ് വേണ്ടി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് നോക്കുക. റാപ്പർ ഓഫ് എ ടോഫി. റാപ്പർ ഓഫ് എ ടോഫി, അതായത് ടോഫീൻ്റെ, അതായത് മിഠായിൻ്റെ തൊലി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വിസിലുണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ സൗണ്ട് ഹൈ ആണോ അതോ വലുതാണോ, ലൗഡസ്റ്റ് ആണോ, അതുപോലെ സോഫ്റ്റസ്റ്റ് ആണോ? അപ്പം ഇതിൽ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സീക്വൻസ് ഈ ലൗഡസ്റ്റ് സോഫ്റ്റസ്റ്റ് വിസിൽ പോലെ എഴുതാം. അതിൽ ഫസ്റ്റ് ഏതാണ്, പിന്നെ സെക്കൻഡ് ഏതാണ്, അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഏറ്റവും കൂടുതൽ സൗണ്ട് ഉള്ളതിൻ്റെ അവിടെ 1 എഴുതാം, പിന്നെ രണ്ടാമത്തെ സൗണ്ടിൽ അങ്ങനെ എഴുതാം കേട്ടോ. ദ റാപ്പർ ഓഫ് എ ടോഫി, ടോഫിൻ്റെ റാപ്പർ. അതുപോലെ എ ലീഫ്, ഇല കൊണ്ടുണ്ടാക്കുന്ന വിസില്. അതുപോലെ എ ബലൂൺ കൊണ്ടുണ്ടാക്കുന്നത്. എ ക്യാപ്പ് ഓഫ് എ പെന്നിൻ്റെ ക്യാപ്പ് കൊണ്ടുണ്ടാക്കുന്നത്. ഇനി അതർ തിങ്, വേറെ സാധനങ്ങൾ. ഏതാണ് ഏറ്റവും സൗണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ലൗഡസ്റ്റ് സോഫ്റ്റസ്റ്റ്, അതായത് നല്ല സൗണ്ട് ഉണ്ടാക്കുന്നതിൽ നിന്നും ചെറിയ സൗണ്ട് ഉണ്ടാക്കുന്നതിലേക്കാണ് നമ്മൾ എഴുതേണ്ടത്, സീക്വൻസ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ സൗണ്ട് ഏതുകൊണ്ട് ഉണ്ടാക്കുന്ന വിസിലിനായിരിക്കും? ദ ക്യാപ്പ് ഓഫ് എ പെന്നുകൊണ്ട് ഉണ്ടാക്കുന്ന, പെന്നിൻ്റെ ക്യാപ്പ്, പെന്നിൻ്റെ മൂടി കൊണ്ടുണ്ടാക്കുന്ന വിസിലിന് നല്ല സൗണ്ട് ഉണ്ടാവും. സോ നമുക്ക് അതാണ് ഫസ്റ്റ്. അപ്പോൾ അതിൻ്റെ നേരെ എന്ത് ചെയ്യുക, 1 എഴുതി കൊടുക്കുക. ഇനി സെക്കൻഡ് നോക്കാം. സെക്കൻഡ് ഏതായിരിക്കും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എക്സ്ട്രാ പറഞ്ഞല്ലോ, എനി അതർ തിങ് എന്ന് പറഞ്ഞല്ലോ, അവിടെ നിങ്ങളതിൻ്റെ മുകളിൽ എഴുതി കൊടുക്കുക. എന്ത്, ബൈ പുട്ടിങ് ഫിംഗേഴ്സ് ഇൻ ദ മൗത്ത് അല്ലേ. മൗത്തിൽ ഫിംഗേഴ്സ് ഇട്ടിട്ട് നമ്മൾ ഒരു വിസിൽ ഊതൂലേ, ആ ഒരു ഊതുന്ന രീതി നിങ്ങൾ എഴുതി കൊടുക്കുക. ബൈ പുട്ടിങ് ഫിംഗേഴ്സ് ഇൻ ദ മൗത്ത്. സോ അതാണ് നമുക്ക് സെക്കൻഡായിട്ട് എഴുതാൻ പറ്റുക അല്ലേ. രണ്ടാമത് നമുക്ക് നല്ല സൗണ്ട് കിട്ടുക അതാണ്. ദെൻ തേർഡ് വൺ ഏതാണ്? ബൈ റാപ്പിംഗ് ഓഫ് എ ടോഫി. റാപ്പർ ഓഫ് എ ടോഫി, അതായത് മിഠായിൻ്റെ തൊലി കൊണ്ട് ഉണ്ടാക്കുന്ന സൗണ്ട് അല്ലേ, അതുകൊണ്ട് വിസിലുണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് 3 എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ നേരെ 3 എന്ന് എഴുതാം. ദെൻ പിന്നെ എന്താണ്? ബൈ എ ബലൂൺ കൊണ്ടുണ്ടാക്കുന്ന വിസില്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് എന്താണ് വരിക? എ ലീഫ് കൊണ്ടുണ്ടാക്കുന്ന വിസിലിന് സൗണ്ട് കുറവായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കുക. ഹാവ് യു സീൻ പീപ്പിൾ പ്ലേയിങ് ഡിഫറെൻറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഫ്ലൂട്ട്, ദോലക്, bean, guitar, mridang, etc. Can you recognize their sound with your eyes closed? Find out more about these musical instruments. Collect their pictures too. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പീപ്പിൾ ഡിഫറെൻറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പ്ലേ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് ഫ്ലൂട്ട് വായിക്കും, ഫ്ലൂട്ട് തന്നെ ഓടക്കൂലല്ലേ. ദോലക്ക് വായിക്കും, അപ്പോൾ തന്നെ ബീൻ വായിക്കും, ഗിറ്റാറ് വായിക്കും, പിന്നെന്താണ്, മൃദംഗം വായിക്കും. അങ്ങനെ കുറേ വായിക്കുന്നവരെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ പൂട്ടി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ഏത് തരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഏത് സംഗീതോപകരണമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ ഒന്ന് എന്ത് ചെയ്യുക,
നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. കളക്ട് ദെയർ പിക്ചേഴ്സ് ടു, അതിൻ്റെ പിക്ചേഴ്സും നിങ്ങളോട് കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ സൗണ്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂലേ? ഐ ഹാവ് സീൻ ആൻഡ് റെക്കഗ്നൈസ് ദ സൗണ്ട്സ് ഓഫ് ഫ്ലൂട്ട്, ദൊലക്, ബീൻ, ഗിറ്റാർ ആൻഡ് മൃദംഗ് എക്സെട്ര അല്ലേ. അപ്പം നിങ്ങൾക്കൊക്കെ ഇതിൻ്റെയൊക്കെ സൗണ്ട് കേട്ടാൽ മനസ്സിലാവും എന്നാണ് പറയുന്നത് അല്ലേ? മനസ്സിലാവില്ലേ? യെസ് നേതാ. പിന്നെ ഈ ഇൻസ്ട്രുമെൻറ്റ് ഏതൊക്കെ ഇൻസ്ട്രുമെൻ്റ് ആണുള്ളത്? ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ വി ക്യാൻ ഡിസ്കസ് ഫ്ലൂട്ട് എങ്ങനെയാണ്, എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത്, എന്തുകൊണ്ടാണ് ഫ്ലൂട്ട് ഉണ്ടാക്കുക? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ് ആൻഡ് ഇറ്റ് ഈസ് പ്ലേഡ് ബൈ ബ്ലോയിങ് എയർ ഫ്രം മൗത്ത് അല്ലേ. അതായത് ഇതൊരു വുഡ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, മരം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മൾ എപ്പോഴും പ്ലേ ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ മൗത്ത് കൊണ്ട് എയർ മൗത്തിൽ നിന്നുള്ള ബ്ലോയിങ് എയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് വായിക്കുക, ഫ്ലൂട്ട് വായിക്കുക, ഓടക്കുയിൽ വായിക്കുക. ഓക്കെ. ദ നെക്സ്റ്റ് ദൊലക്ക് ഏതാണ്? ദൊലക്ക് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ് ആൻഡ് ലെതർ ആൻഡ് ഇറ്റ് ഈസ് പ്ലേഡ് ബൈ ടാപ്പിംഗ് ഹാർഡ് ബൈ ബോത്ത് ഹാൻഡ്സ്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പറഞ്ഞാലും വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതൊരു ലെതർ ടൈപ്പാണ്. ഇതെന്ത് ചെയ്യും? ടാപ്പിംഗ് ഹാർഡ് ബൈ നിങ്ങളുടെ 2 ഹാൻഡ്സ് വെച്ചിട്ട് നന്നായി നമ്മൾ അമർത്തില്ല, നമ്മൾ ചെണ്ടല്ലേ അതന്നെ, അതിൻ്റെ പോലെ തന്നെയാണ് ദൊലക്ക് കേട്ടോ. അപ്പോൾ ദൊലക്ക് എന്ത് ചെയ്യാം? നന്നായി നമ്മൾ 2 കൈകൾ കൊണ്ടും നന്നായി അടിച്ചാൽ മാത്രമേ സൗണ്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ. ദ നെക്സ്റ്റ് ബീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ് ആൻഡ് പ്ലേഡ് ബൈ ബ്ലോയിങ് എയർ ഫ്രം ദി മൗത്ത്. അതായത് ബീനിൻ്റെ പിക്ചർ ഞാൻ തരാം, എല്ലാത്തിൻ്റെ പിക്ചറും ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തുതരാം കേട്ടോ. അതായത് വാട്സപ്പിൽ സെൻഡ് ചെയ്തുതരാം. ഓക്കെ. അപ്പോൾ എന്താണ് ബീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബീൻ എന്ന് പറഞ്ഞാൽ? അതൊരു കുയിൽ ടൈപ്പാണ്. പക്ഷെ അതിൻ്റെ അറ്റത്ത് എന്ത് ചെയ്യും? ഒരു ബോൾ പോലെ ഉണ്ടാവും, ബോൾ പോലെ ഉണ്ടാവും. ഇതും അങ്ങനെ തന്നെയാണ്, മൗത്തിൽ നിന്ന് എയർ ബ്ലോ ചെയ്യുക. ദെൻ പിന്നെ ഗിറ്റാർ എന്താണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ് ആൻഡ് മെറ്റൽ സ്ട്രിങ്സ് ആൻഡ് പ്ലേഡ് ബൈ ഫിംഗേഴ്സ്. അതെന്ത് ചെയ്യും? ഒരു ഗിറ്റാർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? മരം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് മെറ്റലിൻ്റെ സ്ട്രിങ് ഉണ്ടാവും, അതിനിങ്ങനെ മെറ്റലിൻ്റെ ഒരു സ്ട്രിങ് നമ്മളിങ്ങനെ അതിങ്ങനെ തൊടുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുക. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മൾ ഫിംഗേഴ്സ് കൊണ്ട് തൊടുമ്പോഴാണ് അത് പ്ലേ ചെയ്യുന്നത് കേട്ടോ. പിന്നെ മൃദംഗ് എന്താ? മൃദംഗ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ് ആൻഡ് കോപ്പർ ആൻഡ് ഇറ്റ് ഈസ് പ്ലേഡ് ബൈ ടാപ്പിംഗ് ഹാർഡ് ബൈ ബോത്ത് ഹാൻഡ്സ്. മൃദംഗും അതുപോലെ തന്നെ നമ്മുടെ തൊലക്കും അല്ലേ, രണ്ടും എന്താണ്? നമ്മളെ കൈകൾ കൊണ്ട് നന്നായി 2 സൈഡിലും അടിച്ചെങ്കിൽ മാത്രമേ സൗണ്ട് ഉണ്ടാവുള്ളൂ. അത് ഉണ്ടാക്കിയിട്ടുള്ളത് വുഡ് കൊണ്ടാണ്, പിന്നെ കോപ്പർ കൊണ്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് 13 ലാസ്റ്റ് നോക്കാം, റൈറ്റ് നോക്കാം. ക്യാൻ യു നെയിം സം തിങ്സ് വിച്ച് പ്രൊഡ്യൂസ് മെലഡിയസ് ഓർ പ്ലീസിങ് സൗണ്ട് വെൻ വി ബ്ലോ ഇൻ ടു ദം? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട്, മെലഡി സൗണ്ട് അല്ലെങ്കിൽ നല്ല ഇഷ്ടമുള്ള സൗണ്ട് നിങ്ങൾ ബ്ലോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സൗണ്ടുകൾ ഏതാണ് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഉപകരണത്തിൻ്റെ പേര് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. ഏത് ഉപകരണത്തിന് നിങ്ങൾക്ക് പറയാൻ പറ്റും? സം ഓഫ് ദി തിങ്സ് വിച്ച് പ്രൊഡ്യൂസ് മെലഡിയസ് ഓർ പ്ലീസിങ് സൗണ്ട് വെൻ വി ബ്ലോ ഇൻ ടു ദം ആർ ബീൻ. ഏതാണ്? നമ്മളിങ്ങനെ ഊതുമ്പോൾ ഉണ്ടാകും നല്ല സൗണ്ട് ഉണ്ടാകുന്ന ഏതാ? ഫ്ലൂട്ട് അല്ലേ, ഫ്ലൂട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്? പുങ്കി ഉണ്ടാവും. ദെൻ ഷെഹനായി, ബഞ്ചോ, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഉപകരണങ്ങളാണുള്ളത്. ഫ്ലൂട്ട്, പുഞ്ചി, ഷെഹനായി ആൻഡ് ബഞ്ചോ എക്സെട്ര. ദെൻ ദേ ക്യാൻ മേക്ക് അവർ മൈൻഡ് വെരി റിഫ്രഷ് ആൻഡ് വെരി പീസ്ഫുൾ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഡു ദിസ് ആൻഡ് ഡിസ്കസ്. നിങ്ങളിത് ചെയ്യുക, എന്നിട്ട് ഡിസ്കസ് ചെയ്യുക. എന്താണ്? ഹാവ് യു സീൻ സംവൺ ബ്ലോയിങ് ഓൺ ദയർ സ്പെക്ടക്കിൾ ടു വൈപ്പ് ദം ക്ലീൻ? ഹൗ ഡസ് ദ എയർ ഫ്രം ദി മൗത്ത് ഹെൽപ്പിംഗ് ക്ലീനിങ് ദ സ്പെക്ടക്കിൾ? അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ചില ആളുകൾ എന്ത് ചെയ്യും? അവരുടെ എന്താ പറയുക, കണ്ണടയിൽ ജസ്റ്റ് ഊതിയിട്ട് എന്ത് ചെയ്യും? ഊതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇതെന്ത് ചെയ്യുക? മൗത്തിൽ നിന്ന് എയർ എന്ത് ചെയ്യുക? ആ സ്പെക്ടക്കിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് സ്പെക്ടക്കിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ സ്പെക്ടക്കിൾ? നിങ്ങളുടെ കണ്ണടൊക്കെ ഊതിയിട്ട് അതിൻ്റെ പൊടിയൊക്കെ കളയുന്ന കണ്ടില്ലേ? അതെങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ എയർ ബ്രോൺ ഫ്രം ദി മൗത്ത് ഈസ് ഹോട്ട് ആൻഡ് ദ ഗ്ലാസ് ഓഫ് ദി സ്പെക്ടക്കിൾ ഈസ് കമ്പാരിറ്റീവ്ലി കോൾഡർ. ദ ഹോട്ട് എയർ വി ബ്രീത്ത് ഔട്ട് കണ്ടെയ്ൻസ് വാട്ടർ വേപ്പേഴ്സ് which turn into tiny droplets of water when it comes in contact with the colder glass. This makes the glass moist and hazy. അതായത് എന്താ? എയർ ബ്ലോ ചെയ്യും, നമ്മൾ മൗത്തിൽ നിന്നും എയർ ഇങ്ങനെ അതായത്
ഊതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അതുപോലെ ഗ്ലാസ് സ്പെക്ടക്കിളൊക്കെ എന്താ കമ്പാരിറ്റീവ്ലി കോൾഡർ ആയിരിക്കും. അതായത് തണുപ്പുള്ള മൗത്തിൽ നിന്ന് വരുന്ന ഈ ഒരു എയർ നല്ല ചൂടുള്ളതും, അതുപോലെ ഗ്ലാസിൻ്റെ ഈ തലയിൽ വെക്കുന്ന തലയിലല്ല കേട്ടോ, നമ്മളെ കണ്ണിൽ വെക്കുന്ന ഗ്ലാസ് ഇല്ലേ, സ്പെക്ടക്കിൾസ്, കണ്ണട. ആ കണ്ണട അതിന് അപേക്ഷിച്ച് നമ്മൾ ഊതുന്ന ആ ഒരു കാറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്പെക്ടക്കിൾസിൽ എന്ത് ചെയ്യും, തണുപ്പായിരിക്കും ഉണ്ടാവുക, കോൾഡർ ആയിരിക്കും കമ്പാരിറ്റീവ്ലി കേട്ടോ. ദെൻ ഈ ഹോട്ട് എയർ നമ്മൾ വലിച്ച് ശ്വസിക്കുന്ന ആ എയർ, നല്ല ചൂടുള്ള എയറിൽ വാട്ടർ വേപ്പേഴ്സ് ഉണ്ടാവും. ഇതെന്ത് ചെയ്യും, ടൈനി ഡ്രോപ്ലെറ്റ്സ് വാട്ടറായിട്ട് അത് കോണ്ടാക്റ്റ് വന്നിട്ട് കോൾഡർ ഗ്ലാസ്സുമായിട്ട് കോണ്ടാക്റ്റ് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഗ്ലാസ് നല്ല മോയിസ്റ്റ് ആക്കിയിട്ട് ആ ഗ്ലാസ് എന്ത് ചെയ്യും, നമുക്ക് നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അത് ഊതുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കാം, ടേക്ക് എ ഗ്ലാസ്, ബ്രിങ് ഇറ്റ് നിയർ യുവർ മൗത്ത് ആൻഡ് ബ്ലോ ഹാർഡ് ഓൺ ഇറ്റ്. Do this or 3 times. Does the glass look hazy? അതായത് എന്താ, നിങ്ങളൊരു ഗ്ലാസ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെന്നിട്ട് ഗ്ലാസ് എടുത്തിട്ട് ചെയ്യേണ്ടത്, ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മളുടെ മൗത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നന്നായി ആ ഗ്ലാസ്സിൽ എന്ത് ചെയ്യുക, ഊതി കൊടുക്കുക. ഇതെന്താ, ഡു ദിസ് 2 or 3 times. നിങ്ങൾ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ ഒക്കെ നിങ്ങളിത് ചെയ്യണം. അപ്പോൾ 2 or 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. ഡസ് ദ ഗ്ലാസ് ലുക്ക് ഹേസി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് എന്താണ്, നല്ല ഹേസി ആയിട്ട്, അതായത് നല്ല മഞ്ഞ് മൂടിയ രീതിയിൽ, അതായത് വെളിച്ചമില്ലാതെ അവ്യക്തമായിട്ടാണ് നമുക്ക് കാണുന്നത്. ശരിയാണല്ലേ, നമ്മൾ നന്നായി ഊതിയാൽ നമ്മളെ മൗത്തിൽ നിന്നുള്ള ആ ഒരു കാറ്റൊക്കെ വന്നിട്ട് അതിലേതെയും ആ ഗ്ലാസ്സിൽ നല്ല 2 or 3 പ്രാവശ്യമൊക്കെ ഊതിയാൽ എന്ത് ചെയ്യും, ഗ്ലാസ് അങ്ങനെ എന്ത് ചെയ്യും, മങ്ങിയ രീതിയിൽ, മഞ്ഞ് മൂടിയ പോലെ നമുക്ക് തെളിച്ചമില്ലാതെയാണ് കാണുക അല്ലേ. അപ്പോൾ അത് എഴുതാം, എന്താണ്, തെളിച്ചമല്ലാതെയാണോ കാണുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഓഫ് കോഴ്സിൽ എന്താണ്, തെളിച്ചമില്ലാതെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. സോ യു ക്യാൻ റൈറ്റ് ദ യെസ്. എ മിറർ ക്യാൻ ആൾസോ made hazy in the same way. On blowing air from the mouth on the mirror becomes മോയിസ്റ്റ് അല്ലേ. നമ്മൾ വായിൽ നിന്ന് വരുന്ന ബ്ലോയിങ് എയർ എന്ത് ചെയ്യും, മിററിൽ തട്ടുന്ന സമയത്ത് ആ മിററിൽ എന്ത് ചെയ്യും, നന്നായി മോയിസ്റ്റ് ആവും, കുറച്ച് നനവുള്ള രീതിയിലാവും. അപ്പോൾ അത് തെളിച്ചമില്ലാതായിരിക്കും ഉണ്ടാവുക. ദ എയർ ബ്ലോൺ ഫ്രം മൗത്ത് ഈസ് ഹോട്ട് ആൻഡ് മിറർ ഈസ് കോൾഡ്. അതായത് നമ്മൾ മൗത്തിൽ നിന്ന് വരുന്ന ഈ ഒരു എയർ ചൂടായിരിക്കും, അതുപോലെ മിറർ എന്തായിരിക്കും, തണുത്തായിരിക്കും. The hot air that we breathe out contains water vapors which turns into tiny droplets of water when it comes in contact with the colder mirror. അതായത് ഈ ഹോട്ട് എയർ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഹോട്ട് എയറിൽ വാട്ടർ വേപ്പേഴ്സ് ഉണ്ടാവും. ഇതെന്ത് ചെയ്യും, ടൈനി വാട്ടറിൻ്റെ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ടേൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് കോൾഡർ മിററുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് അത് കൂടി ചേർന്നിട്ട് ദിസ് മേക്സ് ദ മിറർ മോയിസ്റ്റ്. എന്ത് ചെയ്യും, ആ മിററെ അല്ല നനവുള്ളതാക്കി മാറ്റും, അതുപോലെ ഹേസി ആക്കി മാറ്റും, വ്യക്തമല്ലാത്ത രീതിയിലാക്കി മാറ്റും. ദ എയർ ബോൺസ് ഫ്രം ദി മൗത്ത് ഈസ് വെറ്റ്. നമ്മൾ മൗത്തിൽ നിന്ന് വരുന്ന എയർ എന്താണ്, വെറ്റാണ്, നനവുള്ളതാണ്. സോ ദ നെക്സ്റ്റ് നോക്കാം, പുട്ട് യുവർ ഹാൻഡ്സ് on your chest when you breathe in. Does your chest come out or go in? അതായത് നിങ്ങളുടെ ഹാൻഡ്സ് എടുത്തിട്ട് നിങ്ങളുടെ ചെസ്റ്റിൽ, നിങ്ങളുടെ നെഞ്ചിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെൻ യു ബ്രീത്ത് ഇൻ, നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റ് എന്താ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൺ പുട്ട് ഇൻ ദ ഹാൻഡ്സ് ഓൺ ദ ചെസ്റ്റ് when we breathe in our chest will comes out അല്ലേ, മുകളിലേക്ക് ഇങ്ങനെ ചെസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ നെക്സ്റ്റ്, മെഷർ യുവർ ചെസ്റ്റ്. നിങ്ങളുടെ ചെസ്റ്റ് മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ഇൻ, നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ദെൻ ആസ്ക് യുവർ ഫ്രണ്ട് ടു മെഷർ യുവർ ചെസ്റ്റ് വിത്ത് ത്രെഡ് മെഷർമെൻറ്റ്. അതായത് നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങളുടെ ചെസ്റ്റ് ഒന്ന് ത്രെഡ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറയാം. എന്നിട്ട് എത്ര മെഷർമെൻ്റ് ആണെന്ന് അവിടെ എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, then we know that നമുക്ക് മെഷർമെൻറ്റ് ഓഫ് ദി ചെസ്റ്റ് ഓൺ ടേക്കിൻ എ ഡീപ്പ് ബ്രീത്ത്. എപ്പോഴും നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എപ്പോഴും 24 സെൻറ്റിമീറ്റർ ആയിരിക്കും, അധികം 24 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദെൻ മെഷർമെൻറ്റ് ഓഫ് ദി ചെസ്റ്റ് ഓൺ ടേക്കിൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്തോ 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ മെഷർമെൻറ്റ്സ്. രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. ദ ചെസ്റ്റ് കംസ് ഔട്ട് ആൻഡ് മെഷർ മോർ ഓൺ
taking a deep breath and it goes in and measures less on breathing out. മനസ്സിലായല്ലോ? അപ്പോൾ ചെസ്റ്റ് എന്ത് ചെയ്യും, കംസ് ഔട്ട് ചെയ്യും, അതായത് ചെസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും. അതിൻ്റെ മെഷർമെൻറ്റ് എന്ത് ചെയ്യും, ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, താഴ്ന്നു പോവുകയും ചെയ്യും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്തും. ഓക്കെ, അപ്പോൾ അത്രയാണുള്ളത്. പിന്നെ അടുത്ത് നോക്കാം. അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നൗ ബ്രീത്ത് ഔട്ട്, ഇനി നിങ്ങൾ ബ്രീത്ത് ഒഴിവാക്കുക, എന്നിട്ട് അഗെയിൻ ആസ്ക് യുവർ ഫ്രണ്ട് ടു മെഷർ യുവർ ചെസ്റ്റ്. അതിൻ്റെ ഒക്കെ ആൻസേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അതിനാണ് 24 ആണ് ഉണ്ടാവുക, അതായത് ചെസ്റ്റ് ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത്. പിന്നെന്താ, ടേക്കിംഗ് ബ്രീത്ത് ഔട്ട് ആണെങ്കിൽ, ബ്രീത്ത് പുറത്തേക്ക് വിടുന്ന സമയത്താണെങ്കിൽ 20 സെൻറ്റിമീറ്റർ ആണ് ഉണ്ടാവുക. വാസ് ദർ എനി ഡിഫറൻസ് ഇൻ ടു മെഷർമെൻറ്റ്സ് ഓഫ് യുവർ ചെസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ മെഷർമെൻറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഹൗ മെനി ബ്രീത്ത്സ് ഇൻ 1 മിനിറ്റ്? ഒരു മിനിറ്റിൽ എത്ര ബ്രീത്ത് എടുക്കാൻ പറ്റും? പുട്ട് യുവർ ഫിംഗർ അണ്ടർ യുവർ നോസ്. ക്യാൻ യു ഫീൽ എനി എയർ വെൻ യു ബ്രീത്ത് ഔട്ട് ഫ്രം യുവർ നോസ്? അതായത് നിങ്ങളുടെ ഫിംഗർ ജസ്റ്റ് നിങ്ങൾ മൂക്കിൻ്റെ താഴെ ഒന്ന് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എയർ ബ്രീത്ത് ഔട്ട് നിങ്ങളുടെ നോസിൽ നിന്നും ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? യെസ്, വി ക്യാൻ ഫീൽ ദ എയർ വെൻ വി ബ്രീത്ത് ഔട്ട് ഫ്രം യുവർ നോസിൽ. നമ്മുടെ നോസിൽ നിന്നും നമുക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എയർ ഫീൽ ചെയ്യും. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കൗണ്ട് ഹൗ മെനി ടൈംസ് ഇൻ 1 മിനിറ്റ്സ് ഡു യു ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്? ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, ബ്രീത്ത് ഇന്നും ചെയ്യാൻ പറ്റും, ബ്രീത്ത് ഔട്ടും ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഓൺ കൗണ്ടിൻ വി ക്യാൻ ബ്രീത്ത് ഓൺ ഔട്ട് ഫോർ 20 ടൈംസ് ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര സമയം? 20 ടൈംസ്, 20 പ്രാവശ്യം നമുക്കൊരു മിനിറ്റിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റും. ബ്രീത്തിങ്ങും ചെയ്യാൻ പറ്റും, ബ്രീത്ത് ഔട്ടും ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നോക്കാം. ദെൻ ജമ്പ് 30 ടൈംസ്. 30 പ്രാവശ്യം നിങ്ങൾ ചാടുക. ഡിഡ് യു ഫീൽ ബ്രീത്ത്ലെസ്? നിങ്ങൾക്ക് ബ്രീത്ത്ലെസ്, ശ്വാസം കിട്ടാതെ അനുഭവപ്പെടാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ് അല്ലേ, ഓൺ ജമ്പിൻ വി ഫീൽ ബ്രീത്ത്ലെസ്. ദെൻ നെക്സ്റ്റ് നോക്കാം. നൗ അഗെയിൻ കൗണ്ട് ഹൗ മെനി ടൈംസ് ഇൻ 1 മിനിറ്റ്സ് യു ബ്രീത്തഡ് ഇൻ ആൻഡ് ഔട്ട്. അതായത് ഇനി വീണ്ടും നിങ്ങൾ കൗണ്ട് ചെയ്യുക, എത്ര പ്രാവശ്യമാണ് നിങ്ങൾ ഒരു മിനിറ്റിൽ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും. എത്ര പ്രാവശ്യമാണ് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുക? ഓൺ കൗണ്ടിൻ ആഫ്റ്റർ ജമ്പിങ്ങിന് ശേഷം നമുക്ക് കൗണ്ട് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ബ്രീത്ത് ആൻഡ് ഔട്ട് ഫോർ അബൌട്ട് 26 ടൈംസ്. എത്ര പ്രാവശ്യം? 26 ടൈമിൽ. അതായത് ആദ്യം നമ്മൾ എന്ത് പറഞ്ഞാൽ 20 ടൈംസാണ് ഒരു മിനിറ്റിൽ നമുക്ക് നോർമലി നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പക്ഷേ നമ്മൾ നന്നായി കിതച്ചിട്ടുണ്ടെങ്കിൽ, നന്നായി വർക്കൗട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ബ്രീത്ത് കൂടി വരും, ബ്രീത്തിങ് കൂടി വരും. സോ അത് 26 ടൈംസ് ആയിട്ട് മാറും. വാട്ട് വാസ് ദ ഡിഫറൻസ് ഇൻ യുവർ കൗണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ജമ്പിങ്? എന്താണ് നിങ്ങളുടെ ഡിഫറൻസ്? ജമ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേയും ജമ്പ് ചെയ്തതിന് ശേഷമുള്ള ഡിഫറൻസ് എന്തായിരിക്കും? വി ബ്രീത്തഡ് അബൌട്ട് 6 ടൈംസ് മോർ ആഫ്റ്റർ ജമ്പിങ് അല്ലേ? അതായത് ജമ്പ് ചെയ്തതിന് ശേഷം 6 മിനിറ്റ് കൂടി വന്നു അല്ലേ? 6 മിനിറ്റ് അല്ല, 6 ടൈംസ്, 6 ടൈംസ് കൂടി വരും. ദ ഡിഫറൻസ് ഇൻ ദ കൗണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ജമ്പിങ് ഷോസ് ദാറ്റ് ദ ബ്രീത്തിങ് റൈറ്റ് ഇൻക്രീസസ് ആഫ്റ്റർ ജമ്പിങ്. അതായത് ദ ഡിഫറൻസ്, കൗണ്ട് ഡിഫറൻസ് ആണ് ബിഫോറും ആഫ്റ്ററും ആണെങ്കിൽ ജമ്പ് ഷോ ചെയ്യുന്നത്. ബ്രീത്തിങ് റൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ജമ്പിന് ശേഷം എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂടി വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദ നെക്സ്റ്റ്, ദ ക്ലോക്ക് ഇൻസൈഡ് യു. ദ ക്ലോക്ക് ഇൻസൈഡ് യു, നിങ്ങളുടെ ഉള്ളിലുള്ള ക്ലോക്ക് എന്താണെന്ന് നോക്കാം നമുക്ക്. യു ഹാവ് ഓൾ ഹിയർ ദ ടിക് ടിക് ഓഫ് ദ ക്ലോക്ക്. ഹാവ് യു സീൻ എ ഡോക്ടർ യൂസ് എ സ്റ്റെതസ്കോപ്പ് ടു ലിസൺ ടു അവർ chest? What do you think she hears? Where is the sound coming from? Is there a clock inside your chest that keeps ticking away? അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മളുടെ ക്ലോക്ക് അല്ലേ, ക്ലോക്കിൻ്റെ സൗണ്ട് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഒരു സൗണ്ടാണ് നമ്മുടെ ഡോക്ടേഴ്സ് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമ്മളുടെ ചെസ്റ്റിൽ വെക്കും. നമുക്ക് പനിയോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമ്മളെ ചെസ്റ്റിൽ, നമ്മളെ നെഞ്ചിൽ വെച്ചിട്ട് ഒന്ന് പരിശോധിക്കാറുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്റ്റെതസ്കോപ്പ് വെച്ച് കേൾക്കുമ്പോൾ? സ്റ്റെതസ്കോപ്പ് വെച്ചാൽ നമുക്ക് എന്തൊക്കെ സൗണ്ടാണ് കേൾക്കാമെന്ന് നമ്മുടെ ഉള്ളിൽ നിന്നും. അപ്പോൾ എന്ത് സൗണ്ടാണ്, എവിടുന്നാണ് ഈ സൗണ്ടൊക്കെ വരുന്നത്? അപ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിൽ നമ്മൾ കൈ വെച്ചാലൊക്കെ നമുക്കൊരു സൗണ്ട് പോലെ നമുക്ക് ഹിയർ ചെയ്യാറുണ്ട് അല്ലേ? ഒരു സൗണ്ട് പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ? ഒരു വൈബ്രേഷൻ പോലെ അല്ലേ? സോ അതാണ് എന്ത്? ക്ലോക്ക്. ശരിക്കും നമ്മളുടെ ചെസ്റ്റിൻ്റെ ഉള്ളിൽ ക്ലോക്ക് ഉണ്ടാവും. ക്ലോക്കിൻ്റെ പോലെ ടിക് ടിക് സൗണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ചെസ്റ്റിൻ്റെ, നമ്മൾ ബോഡിയുടെ ഉള്ളിൽ ശരിക്കും ക്ലോക്ക് ഉണ്ടായിട്ടാണോ ആ സൗണ്ട് ഉണ്ടാവുന്നത്?
അല്ലേ. So do you want to listen to your heartbeat? Take a rubber tube as long as distance from your shoulder to your elbow. At one end of the tube, fix a funnel. Place the funnel on the left side of your chest. Put the other end of the tube to your ear. Listen carefully. Did you hear a duck sound? അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ വേണ്ടി ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റബ്ബർ ട്യൂബ് എടുക്കുക. എന്താ എടുക്കേണ്ടത്? ഒരു റബ്ബറിൻ്റെ ട്യൂബ് എടുക്കുക, ഒരു ലോങ് ആയിട്ടുള്ള റബ്ബർ ട്യൂബ് എടുക്കുക. നിങ്ങളുടെ ഷോൾഡർ മുതൽ എൽബോ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, അത്രയും വലുപ്പമുള്ള ഒരു റബ്ബറിൻ്റെ ട്യൂബ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് നമ്മളൊരു ഫണൽ ഫിറ്റ് ചെയ്യുക, ഒരു ഫിക്സഡ് ട്യൂബ്. ആ ട്യൂബിൻ്റെ ഒരു അറ്റത്ത് ഫണൽ ഫിക്സ് ചെയ്യുക. ഇവിടെ കണ്ടോ, ഈ കുട്ടി ചെയ്യുന്ന അതാണ് കേട്ടോ പറയുന്നത്. ഒരു വൈറ്റ് ഫണലാണ് താഴെ കൊടുത്തിട്ടുള്ളത്, ഫിറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഫണൽ എന്താ ചെയ്യുക, ലെഫ്റ്റ് സൈഡ് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മറ്റേ അറ്റം, അതായത് ഈ ട്യൂബിൻ്റെ മറ്റേ അറ്റം നമ്മുടെ ചെവിയിൽ വെക്കാം. എന്നിട്ട് നന്നായി ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡക് സൗണ്ട് കേൾക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്, ഹൃദയസ്പന്ദനം എന്നൊക്കെ പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഉള്ളത് നമുക്ക് എന്താണ്, സ്നേക്ക് ടെൽസ് ദ ഫ്ലോ ഓഫ് എയർ. ഇനി സ്നേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ ഓഫ് എയറിൻ്റെ ഫ്ലോ പറഞ്ഞു തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതൊന്ന് നോക്കാം നമുക്ക് കേട്ടോ. എങ്ങനെയാണ്? അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. യു ഹാവ് ഓൾ ഹിയർ ദ ടിക് ടിക് ഓഫ് ദിസ് ക്ലോക്ക്. ഹാവ് യു സീൻ എ ഡോക്ടർ യൂസിങ് എ സ്റ്റെതസ്കോപ്പ് ടു ലിസൺ ടു അവർ chest? What do you think she hears? Where is the sound coming from? Is there a clock inside your chest that keeps ticking away? ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് പറയാം. യെസ്, വി ക്യാൻ സീ ദ ഡോക്ടർ യൂസിങ് സ്റ്റെതസ്കോപ്പ് അല്ലേ. സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഡോക്ടേഴ്സ് ഹിയേഴ്സ് ദ ഹാർട്ട് ബീറ്റ് ബൈ യൂസിങ് സ്റ്റെതസ്കോപ്പ് അല്ലേ. സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഹാർട്ട് ബീറ്റ് നോക്കുക. ദിസ് സൗണ്ട് കംസ് ഫ്രം അവർ ഹാർട്ട്. നമ്മളെ ഹാർട്ടിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നത്. സോ നിങ്ങൾക്ക് ദർ ഇസ് നോ ക്ലോക്ക് ഇൻസൈഡ് അവർ ചെസ്റ്റ് ഇല്ല. നമ്മളെ ബോഡീൻ്റെ ഉള്ളിലൊന്നും എന്തില്ല, ഒരു ചെസ്റ്റിൻ്റെ ഉള്ളിലൊന്നും ക്ലോക്കൊന്നുമില്ല. ദാറ്റ് കീപ്സ് ടിക്കിങ് അവേ. ബട്ട് ഈ ഹാർട്ട് ലൈസ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ചെസ്റ്റ് ദാറ്റ് ബീറ്റ്സ് കണ്ടിന്യൂസ്ലി. നമ്മളെ നമ്മുടെ നെഞ്ചിൻ്റെ ഇടതു ഭാഗത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും ലെഫ്റ്റ് സൈഡിൽ. അതാണ് ഹാർട്ട് ബീറ്റ്. എനിക്ക് എത്രയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നോക്കുക, സ്നേക്ക് ടെൽസ് ദ ഫ്ലോ ഓഫ് എയർ. ദെൻ ഫോർ ദിസ് ടേക്ക് a round paper 10 to 15 centimeters wide. Cut this paper in a spiral shape as shown in പിക്ചർ 1. അതായത് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് പേപ്പർ എടുക്കുക. അതിന് 10 അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ വൈഡ് ഉള്ളതായിരിക്കണം എടുക്കേണ്ടത്. ആ പേപ്പർ ഒരു സ്പൈറൽ ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്യുക. അവിടെ പിക്ചറിൽ കൊടുത്തിട്ടുള്ള പോലെ കേട്ടോ, സ്പൈറൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ടു ഹോൾഡ് ദി സ്നേക്ക് ടൈ എ ത്രെഡ് ഓൺ ബോത്ത് സൈഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ രണ്ട് സൈഡിലും ഒരു പാമ്പ് പോലെ നമുക്ക് കിട്ടും. അതിന് രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ഒരു ഡോട്ട്സ് ഉണ്ടാക്കിയിട്ട് ത്രെഡ് കൊണ്ട് കെട്ടുക. ഓക്കെ, ടൈ എ നോട്ട് ഓർ എ ബട്ടൺ ടു മേക്ക് ഇറ്റ് ഹാങ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ചെറിയ 2 ബട്ടൺസോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അത് ടൈ ചെയ്യുന്ന, അത് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് നിർത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം സ്നേക്ക് മൂവ് ചെയ്യുന്ന രീതിയിൽ, റെഡി ടു മൂവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, ദെൻ ഹാങ് ദി സ്നേക്ക് നിയർ എ ഹോട്ട് തിങ്. നമ്മൾ ഈ സ്നേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചൂടുള്ള സ്ഥലത്ത് അതിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുക. ഫോർ ദിസ് യു ക്യാൻ ടേക്ക് ഹോട്ട് ടീ. അതായത് നിങ്ങൾക്ക് ഒരു ഹോട്ട് ടീ അല്ലെങ്കിൽ ചൂടുള്ള ചായ എടുക്കാം ഇതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാട്ടർ, അല്ലെങ്കിൽ എന്താ ഒരു ബേണിംഗ് ക്യാൻഡിൽ കത്തിച്ച് വെക്കുക. നൗ സീ ഫ്രം ദ ടോപ്പ് ഇൻ വിച്ച് ഡയറക്ഷൻ ദ സ്നേക്ക് മൂവ്. അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന അതിൻ്റെ താഴത്ത് നമ്മളിങ്ങനെ ചൂട് കൊടുത്താൽ ഈ സ്നേക്കിൻ്റെ ഡയറക്ഷൻ നമുക്ക് കാണാൻ പറ്റും. whenever the air flows upward it will move in a clockwise direction. നമ്മൾ ഈ എയർ എന്ത് ചെയ്യുക, അപ്വേർഡിൽ മുകളിലേക്കാണ് ഉയരുന്നതെങ്കിൽ അതെപ്പോഴും എന്ത് ചെയ്യും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ സ്നേക്ക് മൂവ് ചെയ്യുക. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോക്ക് മൂവ് ചെയ്യുന്ന രീതിയിൽ റൗണ്ടിൽ ഇങ്ങനെ മൂവ് ചെയ്യും. വെൻ ദ എയർ ഫ്ലോസ് ഡൗൺവേർഡ്, എയർ നമുക്ക് താഴേക്കാണ് ഡൗൺവേർഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ സ്നേക്ക് വിൽ മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സ്നേക്ക് മൂവ് ചെയ്യുക. സ്റ്റാൻഡ് വിത്ത് ദി സ്നേക്ക് ബിലോ എ ഫാൻ. അതായത് നമ്മൾ ഫാനിൻ്റെ അടിയിലാണ് ഈ സ്നേക്കിന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്ക് ഇൻ വിച്ച് ഡയറക്ഷൻ ഇറ്റ് മൂവ്സ്, ഏത് ഡയറക്ഷനിലായിരിക്കും ഇത് മൂവ് ചെയ്യുക. ടേക്ക് ദിസ് പേപ്പർ സ്നേക്ക് ടു ഡിഫറെൻറ്റ് പ്ലേസസ് ആൻഡ് ഒബ്സർവ് ദിസ് മൂവ്മെൻറ്റ്. എന്നിട്ട് ഈ പേപ്പർ സ്നേക്ക് എടുത്തിട്ട് പല സ്ഥലത്തും കൊണ്ടുവെക്കുക. എന്നിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് പറയാം ഓൺ ടേക്കിംഗ് ദി സ്നേക്ക് ബിലോ എ ഫാനിൻ്റെ താഴെയാണ് നമ്മൾ സ്നേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് മൂവ്സ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് ക്ലോക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആണ് ഇത് മൂവ് ചെയ്യുക. ദിസ് ഈസ് ബിക്കോസ് ഹിയർ ദ എയർ ഈസ് മൂവിങ് ഡൗൺവേർഡ്. ഇവിടെ എന്താണ് എയർ മൂവ് ചെയ്യുന്നത് ഡൗൺവേർഡിലേക്കാണ്. അതുകൊണ്ടാണ് ഫാനിൻ്റെ അടുത്ത് വെച്ചാൽ അങ്ങനെയാണ് സംഭവിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കാം. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ മൂവ്മെൻറ്റ് ഓഫ് ദി സ്നേക്ക് ഇഫ് ദ എയർ ഈസ് മൂവിങ് അപ്വേർഡ്സ് ഓർ ഡൗൺവേർഡ്സ്? നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ? ഒരു മൂവ്മെൻറ്റ്, സ്നേക്കിൻ്റെ മൂവ്മെൻറ്റിൽ നിന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ? എയർ അപ്വേർഡിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കും മൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ സ്നേക്കിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ദ ഡയറക്ഷൻ ഓഫ് ദി എയർ ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി സ്നേക്ക് അല്ലേ. അതായത് നമുക്ക് എയറിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നമുക്ക് ഈസിലി പറയാൻ പറ്റും ഈ സ്നേക്കിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. ഇഫ് ദ സ്നേക്സ് മൂവ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ക്ലോക്ക് ഇറ്റ് ഷോസ് ദാറ്റ് ദ എയർ ഈസ് മൂവിങ് അപ്വേർഡ് അല്ലേ. അതായത് സ്നേക്ക് എന്ത് ചെയ്യും ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് നമുക്ക് പറയുന്നത് എയർ മൂവ് ചെയ്യുക അപ്വേർഡിലേക്കാണെന്ന് പറയാൻ പറ്റും അല്ലേ. സ്നേക്ക് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എയർ മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് പറയാം. വെൻ ദ സ്നേക്ക് മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദിസ് ഷോസ് ദാറ്റ് ദ എയർ ഈസ് മൂവിങ് ഡൗൺവേർഡ്. അതുപോലെ തന്നെ എന്ത് സ്നേക്ക് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലോ നമുക്ക് പറയാൻ പറ്റും എയർ എന്ത് ചെയ്യുന്നുണ്ട് ഡൗൺവേർഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്നും പറയാം. ഓക്കെ, അത്രയാണ്. ദെൻ നെക്സ്റ്റ് നോക്കാം. വാട്ട് വി ഹാവ് ലേൺഡ്. നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്? എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുള്ളത് while playing Amit hit ഒരു ക്വസ്റ്റ്യൻ ആണ്. while playing Amit hit a wall. His forehead was swollen. Didi immediately folded a scarf 4 to 5 times, blew on it and kept it on Amit's forehead. Why do you think Didi did this? അതായത് ഈ അമിത് കളിക്കുന്ന സമയത്ത് അവൻ്റെ തല എവിടെ ഇടിച്ചു? ചുമരിൽ ഇടിച്ചിട്ട് അവൻ്റെ ഫോർഹെഡ്, അവൻ്റെ തലയിൽ നെറ്റിയിൽ നന്നായി മുഴച്ച് വന്നു കേട്ടോ. അപ്പോൾ ദീദി എന്ത് ചെയ്തു? ഒരു സ്കാർഫ് എടുത്തിട്ട് ആ സ്കാർഫ് 4 or 5 പ്രാവശ്യം മടക്കിയിട്ട് ദീദി എന്ത് ചെയ്തു? ഫോൾഡ് ചെയ്തിട്ട് അതിന് വായു നമ്മളിങ്ങനെ ഊതിയിട്ട് അത് അമിതിൻ്റെ ഫോർഹെഡിൽ പിടിച്ചു വെച്ചു. എന്നിട്ട് വെച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും ദീദി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും ദീദി ചെയ്തിട്ടുണ്ടാവുക? നമുക്ക് അറിയാൻ പറ്റുക. ആഫ്റ്റർ ഹിറ്റിംഗ് ഓൺ ദ വാൾ Amit's forehead would have swollen and become hotter. Didi folded a scarf below on it and kept it on Amit's forehead because she might have learnt this from her elders, but it is from practice. അതായത് എന്താണ്, അമിതിൻ്റെ ഫോർഹെഡ് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് മുഴച്ച് വന്നപ്പോൾ എന്ത് ചെയ്തു? ദീദി എന്ത് ചെയ്തു? അത് ഒരു തുണി എടുത്തിട്ട് അത് നന്നായി മടക്കിയിട്ട് അതിൽ നല്ല ശ്വാസമൊക്കെ കൊടുത്ത് അതിന് അങ്ങനെ ചെയ്തു അല്ലേ. ഫോർഹെഡിൻ്റെ മുകളിൽ വെച്ചു. കാരണം ഇവളെന്ത് പഠിച്ചിട്ടുണ്ടാവും? അവളുടെ മൂത്ത ആളുകളിൽ നിന്നും പഠിച്ച ഒരു പാടാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇവൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു റോങ് പ്രാക്ടീസ് ആണെന്നാണ് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഡസ് നോട്ട് ക്യൂർ ദ പെയിൻ. ശരിക്കും ഇതെന്ത് ചെയ്യില്ല? പെയിന് സുഖപ്പെടുത്തുകയല്ല ചെയ്യുക. ബട്ട് ഓൺ ബ്ലോയിങ് ദ സ്കാർഫ് ബിക്കംസ് എ ലിറ്റിൽ വാമർ ആൻഡ് ഗീവ്സ് സം റിലീഫ് ടു ദ പെയിൻ ആൻഡ് സ്വെല്ലിങ്. അതായത് ഇതിങ്ങനെ നമ്മൾ ഈ സ്കാർഫ് എന്ത് ചെയ്യും? ബ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഊതുന്ന സമയത്ത് ഈ സ്കാർഫ് എന്ത് ചെയ്യും? നല്ല കുറച്ച് ലിറ്റിൽ വാമറായിട്ട് മാറുള്ളൂ. സ്കാർഫ് കുറച്ചൊന്ന് ചൂടാവുകയുള്ളൂ. അതെന്ത് ചെയ്യും? കുറച്ച് റിലീഫ് ആ പെയിനിന് കിട്ടുള്ളൂ. അതായത് വേദനയ്ക്ക് കുറച്ച് റിലീഫ് കിട്ടും. അതുപോലെ തന്നെ സ്വെല്ലിങ്ങിനും കുറച്ചൊരു റിലീഫ് മാത്രമേ കിട്ടുള്ളൂ. അത് അസുഖം മാറുമൊന്നുമില്ല കേട്ടോ. അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വി ബ്ലോ ടു കൂൾ ഹോട്ട് തിങ്സ് ആസ് വെൽ ആസ് ടു വാം ദം. ഗീവ് എക്സാമ്പിൾസ് ഓഫ് ഈച്ച്. അതായത് നമ്മൾ എന്ത് ചെയ്യും? ഹോട്ട് തിങ്സ്, നല്ല ചൂടുള്ള സാധനങ്ങൾ നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഊതും. അതുപോലെ തന്നെ നമ്മൾ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഊതാറുണ്ട്. ഗീവ് എക്സാമ്പിൾസ് ഓഫ് ഈച്ച്. ഓരോന്നിനും എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾസ് എന്താണ്? നമ്മൾ കൂൾ ഹോട്ട് തിങ്സിന് എന്തൊക്കെയാണ്? വെൻ വി ബ്ലോ ടു കൂൾ ഹോട്ട് തിങ്സ് എക്സാമ്പിൾസ് ആണ് എ കപ്പ് ഓഫ് ടീ. ഒരു കപ്പ് ഓഫ് ടീ തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് തിങ്സിന് ഊതാറുണ്ട് അല്ലേ. എനി ഹോട്ട് ഫുഡ്, പിന്നെ എന്താ നല്ല ചൂടുള്ള ഫുഡിന് വേണ്ടിയിട്ടും. എക്സാമ്പിൾ വെൻ വി ബ്ലോ ടു വാം കോൾഡ് തിങ്സ് ഏതാണ്? അവർ ഹാൻഡ്സ് ഇൻ ദ വിൻഡോസ്. അതായത് വാം എയർ എന്ത് ചെയ്യുക? കോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹാൻഡ്സ് നമ്മൾ വിൻ്ററിൽ എന്ത് ചെയ്യും? നമ്മളെ ഹാൻഡ്സിനെ ഊതും. അപ്പോൾ അത് തണുപ്പിക്കാൻ വേണ്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ്സ് ഊതുന്നുണ്ട്. അതുപോലെ തന്നെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഊതുന്നുണ്ട്. അത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്.
അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്റ്റഡി. ദെൻ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ ദിസ് ചാപ്റ്റർ യു ക്യാൻ കോൺടാക്ട് മീ ആൻഡ് ഐ വിൽ ഗീവ് ദ ആൻസേഴ്സ് ഓഫ് ദിസ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. Don't forget to write and study well. Okay, all the best. Bye, dears.